നമസ്കാരം. പ്രിയദർശിനി ബസ് യാത്ര. സർക്കാർ വിലാസം വണ്ടികൾ നമ്മുടെ വനിതകളോട് സൗഹൃദപ്പെടുന്നു. ഓർഡിനറി ബസ്സുകളിൽ വനിതകളുടെ സൗജന്യ സഞ്ചാരം സമാരംഭിച്ചു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചത് ചരിത്ര സംഭവമാണെന്ന കാര്യത്തിൽ സംശയമില്ല. തൊഴിലില്ലാ വേതനവും കർഷക തൊഴിലാളി പെൻഷനും അനുവദിച്ച പോലുള്ള മറ്റൊരു നാഴികക്കല്ല്. പക്ഷേ അതിനെ ഇകഴ്ത്തിക്കാണിക്കാൻ ഇടതുപക്ഷം നടത്തുന്ന ശ്രമങ്ങൾ അതിരുവിടുന്നു എങ്കിലും അത് സ്വാഭാവികമാണ് എന്ന് കാണണം. കാരണം പുതുതായി അധികാരമേറ്റ UDF സർക്കാർ സാഹസികമായി ഒരു ജനപ്രിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെ കൈയടിച്ച് സ്വാഗതം ചെയ്യാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെ ചെയ്താൽ ഇടതുപക്ഷത്തിന്റെ കട പൂട്ടിപ്പോവും എന്നാണ് അവർ കരുതുന്നത്. അത് ഇപ്പോഴല്ല, എന്നും അങ്ങനെയായിരുന്നു. ഏത് നല്ല കാര്യത്തെയും കഠിനമായി എതിർക്കുക എന്നതായിരുന്നു നയം. പറഞ്ഞു പഴകിയ കാര്യങ്ങളാണ്, എങ്കിലും പറയാതിരിക്കുന്നത് എങ്ങനെ? കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിച്ചതിൽ തുടങ്ങുന്ന ആ കഥകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയരണമെങ്കിൽ എൻ്റെ നെഞ്ചത്ത് കൂടി കയറ്റിയിറക്കൂ എന്ന് പറഞ്ഞ് റൺവേയിൽ കയറി കിടന്ന ഒരു നേതാവ്, അദ്ദേഹം പിന്നീട് അതിൻ്റെ ചെയർമാനായത് ചരിത്രം കാത്തുവച്ച തമാശ. ഇതുപോലെ പലത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വന്നപ്പോഴോ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, അധികാരം കിട്ടിയപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പോലും നടത്തിക്കളഞ്ഞു. ആ ശീലത്തിന്റെ വളരെ കുറഞ്ഞ ഒരു പ്രതിഫലനമായി സൗജന്യ വനിതാ യാത്രയ്ക്ക് മേലുള്ള പ്രതിഷേധത്തെയും കണ്ടാൽ മതി. സത്യത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഇന്ത്യയിൽ അങ്ങനെ പുതുമയുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ തമിഴ്നാട് ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിൽ കേരളത്തിന് മുമ്പ് അതവർ നടപ്പിലാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ താഴെത്തട്ടിലുള്ള ചില ബസ്സുകളിലാണ് സൗജന്യം. ഏറ്റവും ഒടുവിൽ നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാളിലെ BJP സർക്കാരാണ്. അതേ BJP സർക്കാർ കേരളത്തിൽ ആദ്യ ദിവസം അലമ്പുണ്ടാക്കി എന്നത് മറ്റൊരു തമാശ. സൗജന്യ യാത്രാ പദ്ധതിയിൽ സർക്കാർ വഞ്ചന കാണിച്ചു എന്നതാണ് പ്രതിപക്ഷ നേതാവായ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കിയ ആളാണല്ലോ പിണറായി. അദ്ദേഹത്തിന് പറയാം, ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ആദ്യം പിണറായി സർക്കാർ അധികാരത്തിലേറിയത്. ആദ്യത്തേതിൽ പോട്ടെ, രണ്ടാം സർക്കാരിലെങ്കിലും നടപ്പിലായോ? തിരുവനന്തപുരം കോഴിക്കോട് മെട്രോയോ? അതവിടെ പോയി. മദ്യവർജനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നതായിരുന്നല്ലോ പ്രകടന പത്രികയിൽ. നടന്നതോ? മദ്യ ലഭ്യത ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചു. സമയം കിട്ടുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ബഡ്ജറ്റുകൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. നല്ല തമാശയായിരിക്കും. നടപ്പാകാതെ പോയ വാഗ്ദാനങ്ങളുടെ ഘോഷയാത്ര പോട്ടെ, മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞു വന്ന് നടത്തിയ പ്രഖ്യാപനങ്ങളോ? എന്തൊക്കെ നടപ്പിലായി? വെള്ളപ്പൊക്കത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ റൂം ഫോർ റിവർ എന്നൊരു പദ്ധതി ഉദാഹരണം നടന്നോ? ഒന്നും വേണ്ട. വാഴപ്പഴത്തിന്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ ഒരു പദ്ധതി നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം കൊണ്ടുവന്നല്ലോ. ഷെൽഫ് ലൈഫ് ഇപ്പോൾ എത്ര കൂടി? ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നീണ്ടു പോവും. അപ്പോഴാണ് ഒരു പുതിയ സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഭാഗികമായെങ്കിലും നടപ്പിലാക്കിയത്. വിമർശിക്കുക തന്നെ വേണം. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ഇടതുപക്ഷം ബഹിഷ്കരിച്ചു. അതുപോലെ ഈ സൗജന്യ യാത്ര ഇടതുപക്ഷത്തെ സ്ത്രീകൾ ബഹിഷ്കരിക്കുമെന്നുകൂടി ആഹ്വാനം ചെയ്തുകൂടെ?